പാകിസ്ഥാനിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ അനിശ്ചിതത്വത്തിലേക്ക്. കടുത്ത ഫണ്ടിംഗ് ക്ഷാമവും കുതിച്ചുവരുന്ന നിർമ്മാണ ചിലവുകളും പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നത് തുടരുകയാണ്. രാജ്യത്തിന്റെ ദീർഘകാല ജലസുരക്ഷയ്ക്കും ഊർജ ആസൂത്രണത്തിനും ഈ രേഖകൾ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു ചിത്രം വരച്ചുകാട്ടുന്നുവെന്ന് സമാജ് ടിവി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിലെ വർദ്ധിച്ചുവരുന്ന ജലവൈദ്യുത പ്രതിസന്ധികൾക്കുള്ള പരിഹാരമായി ഒരിക്കൽ പ്രചരിപ്പിച്ചിരുന്ന നിരവധി മുൻനിര പദ്ധതികൾ നിലവിലുള്ള സാമ്പത്തിക വിഹിതത്തിന്റെ വേഗതയിൽ പൂർത്തിയാകാൻ പതിറ്റാണ്ടുകളും ചില സന്ദർഭങ്ങളിൽ നൂറ്റാണ്ടുകളും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും വൈകിയ പദ്ധതികളിലൊന്നാണ് ദാസു ജലവൈദ്യുത പദ്ധതി. ഇതിന് ഏകദേശ ചിലവ് 1.74 ട്രില്യൺ രൂപയായി ഉയർന്നു. നിലവിലെ നിലയിൽ ധനസഹായം തുടർന്നാൽ പദ്ധതി പൂർത്തിയാകാൻ ഏകദേശം 65 വർഷം എടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വരാനിരിക്കുന്ന ഫെഡറൽ ബജറ്റിൽ പാകിസ്ഥാൻ രൂപ 145 ബില്യൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡയമർ ഭാഷ അണക്കെട്ടും സമാനമായ ഒരു ആശങ്കാജനകമായ സാഹചര്യത്തെ നേരിടുകയാണ്. പദ്ധതിയുടെ ഏകദേശ ചിലവ് 1.04 ട്രില്യൺ PKR കവിഞ്ഞു. അതേസമയം അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള നിർദ്ദിഷ്ട ധനസഹായം വെറും 93.77 ബില്യൺ PKR മാത്രമാണ്. നിലവിലെ വിഹിത രീതി അനുസരിച്ച് അണക്കെട്ട് പൂർത്തിയാകാൻ ഏകദേശം 46 വർഷം എടുത്തേക്കാം. മൊഹമ്മദ് അണക്കെട്ട് പദ്ധതിയും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിൽ ബുദ്ധിമുട്ടുകയാണ്. ഇതിന്റെ ഏകദേശ ചിലവ് 337 ബില്യൺ പാകിസ്ഥാൻ ഡോളറിൽ കൂടുതലാണെന്നും സർക്കാർ ധനസഹായം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പദ്ധതി പൂർത്തിയാക്കാൻ 14 വർഷം കൂടി വേണ്ടിവരുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. നഗര ജലവിതരണ ജലസേചന പദ്ധതികളും വലിയ തിരിച്ചടികൾ നേരിടുന്നുണ്ട്. കച്ചി കനാൽ പദ്ധതി പൂർത്തിയാകാൻ 1 നൂറ്റാണ്ടിലധികം എടുത്തേക്കാം. അതേസമയം കറാച്ചിയിലെ KIV ജലവിതരണ പദ്ധതി പ്രവർത്തനക്ഷമമാകാൻ ഇനിയും 1 ദശാബ്ദം എടുത്തേക്കാം. KIV പദ്ധതിക്ക് മാത്രം ഇപ്പോൾ 175 ബില്യൺ പാകിസ്ഥാൻ ഡോളറിലധികം വിലയുണ്ട്. ചെറിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രൊജക്ഷനുകളാണ് കൂടുതൽ ആശങ്കാജനകമായത്. ഔദ്യോഗിക കണക്കുകൾക്ക് പ്രകാരം നൌലോങ് അണക്കെട്ട് പൂർത്തിയാകാൻ 122 വർഷം എടുത്തേക്കാം. അതേസമയം ചഷ്മ റൈറ്റ് ബാങ്ക് കനാൽ നിലവിലെ സാമ്പത്തിക ഘടന പ്രകാരം അത്ഭുതകരമാം വിധം ഏകദേശം 1900 വർഷങ്ങൾ എടുത്തേക്കാം. സമാജ് ടിവി റിപ്പോർട്ട് ചെയ്തപോലെ 194 ബില്യൺ PKR വിലമതിക്കുന്ന ഒരു പ്രത്യേക വെള്ളപ്പൊക്ക സംരക്ഷണ പരിപാടി നൂറ്റാണ്ടുകളോളം പൂർത്തിയാകാതെ കിടക്കും. അതേസമയം പാകിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ആസൂത്രണ മന്ത്രി അഹ്സാൻ ഇഖ്ബാൽ വിശദമായ ഒരു ബഹുമുഖ ദേശീയ തന്ത്രം അവതരിപ്പിച്ചിരുന്നു. ഭാവിയിലേക്കുള്ള സുസ്ഥിര ജലസ്രോതസ്സുകൾ സുരക്ഷിതമാക്കുന്നതിന് ഏകോപിതവും ശാസ്ത്രാധിഷ്ഠിതവുമായ ഒരു സമീപനത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു എന്ന് ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉറാൻ പാകിസ്ഥാൻ സംരംഭത്തിന്റെ കീഴിൽ റൗണ്ട് ടേബിൾ കൺസൾട്ടേഷൻ ഓൺ നാഷണൽ വാട്ടർ സെക്യൂരിറ്റിയിൽ സംസാരിക്കവേ പാകിസ്ഥാന്റെ ജലപ്രശ്നം വെറും ക്ഷാമത്തിനപ്പുറം വ്യാപിക്കുന്നുവെന്നും നിരന്തരമായ ദുർവിനിയോഗത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ചിലപ്പോൾ നമുക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നു, മറ്റു ചിലപ്പോൾ വിനാശകരമായ വെള്ളപ്പൊക്കങ്ങൾ നേരിടുന്നു. അതിനാൽ ഫലപ്രദമായ ജല മാനേജ്മെന്റ് ജലലഭ്യത പോലെ തന്നെ പ്രധാനമാണ്. പരമ്പരാഗത പ്രസ്താവനകൾക്കപ്പുറം ഒരു നീക്കത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജലസംരക്ഷണത്തിൽ ദേശീയ സമവായം കെട്ടിപ്പടുക്കേണ്ടതിന്റെയും ഏകീകൃത ജലസുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത അദ്ദേഹം അടിവരയിട്ടിരുന്നു. ഫെഡറേഷനും പ്രവിശ്യയും തമ്മിലായാലും വ്യത്യസ്ത മേഖലകൾ തമ്മിലായാലും വിവിധ പ്രദേശങ്ങൾ തമ്മിലായാലും ഈ പ്രശ്നം ഒറ്റപ്പെട്ട് പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇത് ദേശീയ സുരക്ഷയുടെ വിഷയമായി മാറിയിരിക്കുന്നു. ജലത്തെ തന്ത്രപരമായി ആയുധമാക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ രാജ്യത്തിന്റെ ദുർബലത കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.